ഈശോ ദൈവാലയത്തിൽ. ജെറൂസലേമിലെ പെരുന്നാൾ ദിവസങ്ങളാണ്. ഈശോയുടെ കുടുംബാംഗങ്ങൾ താഴ്ന്ന സ്വരത്തിൽ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടുപോകുന്നു. മറ്റുള്ളവരും അവരോട് ചേർന്നു നടക്കുന്നു. നസ്രസിലും ജെറൂസലേമിലുമുള്ള അവരുടെ സ്നേഹിതരും മറ്റും ആയിരിക്കും. ജോസഫ് പുരുഷന്മാർക്കു പ്രവേശനമുള്ള സ്ഥാനത്തുപോയി അത്യുന്നതനെ ആരാധിച്ചശേഷം ഈശോയെയും കൂട്ടിക്കൊണ്ട് ഏതാനും മുറ്റങ്ങൾ കടന്ന് സിനഗോഗ് പോലുള്ള ഒരു വലിയ മുറിയിൽ പ്രവേശിക്കുന്നു. ഒരു ലേവായനോട് സംസാരിക്കുന്നു. അയാൾ പ്രായം ചെന്ന ഏതാനും പുരോഹിതന്മാരുമായി തിരിച്ചുവരുന്നു. അവർ നിയമപണ്ഡിതന്മാരാണ്. അതിനാൽ വിശ്വാസികളെ പരീക്ഷിക്കുന്ന ജോലി അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ 10 പണ്ഡിതന്മാരും വന്ന് പൊക്കം കുറഞ്ഞ സ്റ്റൂളുകളിൽ ഇരിക്കുന്നു. ജോസഫും ഈശോയും വളരെ താണുകുനിഞ്ഞ് അവരെ വണങ്ങുന്നു. ജോസഫ് പറയുന്നു, ഇത് എന്റെ പുത്രനാണ്. 3 മാസം 12 ദിവസം മുൻപ് പ്രായപൂർത്തിക്കായി നിയമം കൽപ്പിക്കുന്ന വയസ്സ് ഇവൻ തികഞ്ഞു. ഇസ്രായേലിന്റെ നിബന്ധനകൾക്കനുസൃതമായി അവൻ ജീവിക്കണമെന്നു ഞാൻ ആശിക്കുന്നു. ഇനിമുതൽ സന്മാർഗ നിയമങ്ങൾക്ക് അവൻ വിധേയനായിരിക്കും. അവനെ പരീക്ഷിക്കുക. ഞങ്ങൾ പരീക്ഷിച്ചു നോക്കാം. മുന്നോട്ടു വരൂ കുട്ടി, നിന്റെ പേരെന്താണ്? നസ്രസിലെ ജോസഫിന്റെ മകൻ ഈശോ. നസ്രായക്കാരനോ? അതിനാൽ നിനക്ക് വായന അറിയാമോ? അറിയാം റബ്ബി. എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുകളും ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നവയും അറിയാം. നീ എന്താണുദ്ദേശിക്കുന്നത്? ഞാനുദ്ദേശിക്കുന്നത് എഴുതിയിരിക്കുന്ന വാക്കുകൾ ദ്യോതിപ്പിക്കുന്ന അർത്ഥവും അലങ്കാരവും അടയാളങ്ങളും അവ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. ഒരു കക്കായുടെ ഉള്ളിലിരിക്കുന്ന മുത്ത് പുറമേ കാണപ്പെടുന്നില്ലല്ലോ. അതുപോലെ വാക്കുകൾ ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആഴമേറിയ അർത്ഥവും ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സമർത്ഥമായ ഉത്തരം. വളരെ ജ്ഞാനമുള്ളതും. പ്രായപൂർത്തിയായവരുടെ അധരങ്ങളിൽ നിന്നുപോലും വളരെ വിരളമായി ഞങ്ങൾ ഇത് കേൾക്കാറുള്ളൂ. ഒരു കുട്ടിയിൽ നിന്ന്, അതും ഒരു നസ്രായനിൽ നിന്ന്. 10 പേരുടെയും ശ്രദ്ധ സജീവമായി. ഒരു നിമിഷത്തേക്കുപോലും സ്വർണ്ണമുടിയുള്ള സുന്ദരനായ ആ ബാലനിൽ നിന്നു കണ്ണുതിരിക്കാൻ അവർക്കു കഴിയുന്നില്ല. തന്റേടം അശേഷം പോലും കാണിക്കാതെ, എന്നാൽ സംശയവും ഭയവുമില്ലാതെ ആത്മവിശ്വാസം നിറഞ്ഞ കണ്ണുകളോടെ ഈശോ അവരെ നോക്കുന്നു. നിന്നെ പഠിപ്പിച്ച പാണ്ഡിത്യമുള്ള നിന്റെ ഗുരുവിനെ നീ ബഹുമാനിച്ചിരിക്കുന്നു. ഇതു ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതുപോലൊരു പുത്രന്റെ പിതാവായ നിങ്ങൾക്ക് സന്തോഷിക്കാം. മുറിയുടെ ഒരറ്റത്തിരുന്ന് ജോസഫ് പുഞ്ചിരിയോടെ തലകുനിക്കുന്നു. അവർ ഈശോയ്ക്കു വ്യത്യസ്തങ്ങളായ 3 ചുരുളുകൾ കൊടുക്കുന്നു. സ്വർണ്ണ റിബൺ കെട്ടിയിട്ടുള്ള ചുരുൾ വായിക്കൂ. ഈശോ ആ ചുരുൾ നിവർത്തി വായിക്കുന്നു. ആദ്യത്തെ ഏതാനും വാക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ കയ്യിൽ നിന്നും ആ ചുരുളുകൾ വാങ്ങിയിട്ട് തുടർന്നു മനസ്സിൽ നിന്നു വായിച്ചു കൊള്ളുവാൻ പറഞ്ഞു. ഈശോ നല്ല നിശ്ചയത്തോടെ നോക്കി വായിക്കുന്നതുപോലെ മുഴുവനും പറഞ്ഞു. കർത്താവ് എന്നു പറയുമ്പോഴെല്ലാം ഈശോ നല്ലതുപോലെ തലകുനിക്കുന്നു. ഇത് ആരാണ് നിന്നെ പഠിപ്പിച്ചത്? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത്? കാരണം ആ നാമം പരിശുദ്ധമാണ്. ആന്തരികവും ബാഹ്യവുമായ ബഹുമാനത്തോടെ വേണം ആ നാമം ഉച്ചരിക്കാൻ. രാജാക്കന്മാരോട് പ്രജകൾ തലകുനിച്ചു വണക്കം കാണിക്കുന്നു. ഈ രാജാക്കന്മാർ അല്പസമയം കഴിയുമ്പോൾ പൊടിയായിത്തീരുന്നവരാണ്. രാജാക്കന്മാരുടെ രാജാവും ഇസ്രായേലിന്റെ അത്യുന്നത കർത്താവുമായ ദൈവം സന്നിഹിതനായിരിക്കുമ്പോൾ അരൂപിക്കു മാത്രമേ അതു കാണാൻ കഴിയുള്ളൂവെങ്കിലും എല്ലാ സൃഷ്ടികളും നിത്യവിധേയത്വത്തോടെ അവിടുത്തെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. വളരെ സംയദ്ധമായിരിക്കുന്നു. ഹേ മനുഷ്യ, നിന്റെ പുത്രനെ ഹില്ലേലിനെക്കൊണ്ടോ ഗമാലിയേലിനെക്കൊണ്ടോ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നു ഞങ്ങൾ ഉപദേശിക്കുന്നു. ഒരു വലിയ പണ്ഡിതനാവാൻ അവനു കഴിവുണ്ട്. എന്റെ പുത്രനു പ്രായമായിട്ടുണ്ട്. അവൻ നിശ്ചയിച്ചുകൊള്ളും. അവന്റെ നിശ്ചയം നേരുള്ളതാണെങ്കിൽ ഞാൻ എതിർക്കുകയില്ല, ജോസഫ് പറയുന്നു. പിന്നെയും പല ചോദ്യങ്ങൾക്കും ഇതുപോലുള്ള ജ്ഞാനത്തിന്റെ ഉത്തരം തന്നെ ഈശോ കൊടുക്കുന്നു. ഇവനെ ഇനി ഞങ്ങൾ തുടർന്നു പരീക്ഷിക്കുന്നില്ല. അവന്റെ ജ്ഞാനം മുതിർന്നവരേക്കാൾ ശ്രേഷ്ഠമാണ്. അല്ല, അവൻ പറഞ്ഞല്ലോ, അടയാളത്തിൽ കൂടെയും അവനു മനസ്സിലാക്കാൻ കഴിയുമെന്ന്. നമുക്കൊന്നു കേൾക്കാം. ആദ്യം അവൻ ഒരു സങ്കീർത്തനം ചൊല്ലട്ടെ, സ്തുതിപ്പുകളും പ്രാർത്ഥനകളും സന്മാർഗനിയമങ്ങളും. അതെ, മിദ്രാസ്കിയോട്ട് ആവർത്തിച്ചു പറയട്ടെ. ഈശോ അതെല്ലാം ഭംഗിയായി പറയുന്നു. അതു മതി. പച്ച റിബൺ കെട്ടിയ ചുരുൾ വായിക്കൂ. ഈശോ അനുസരിക്കുന്നു. അതു മതി. ഇനി ഒരു പ്രതീകമുണ്ടെന്നു തോന്നുന്നുവെങ്കിൽ വായിച്ചു വിശദീകരിക്കൂ. ഈശോ പറഞ്ഞു, ഞാൻ വായിച്ചു. രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം 10 വാക്യം മുതൽ. അതിൽ ഈ കൽപ്പന പോയി യഹോവയോട് ആലോചന ചോദിക്കുക, എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമ്മുടെ പിതാക്കന്മാർ പാലിക്കാതിരുന്നതിനാൽ യഹോവയുടെ കോപം നമ്മുടെ മേൽ ആളിക്കത്തുന്നുണ്ടാവണം. ഇത് അനേക നൂറ്റാണ്ടുകൾക്കു മുമ്പു സംഭവിച്ചതാണ്. പുരാതന ചരിത്രസംഭവമായ ഇതിൽ എന്തടയാളമാണ് നീ കാണുന്നത്? ഒരു പുരോഹിതൻ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് നിത്യമായതിനോട് സമയത്തിന് ബന്ധമില്ല, അഥവാ സമയത്തെ ബന്ധിക്കാൻ സാധ്യമല്ല എന്നാണ്. ദൈവം നിത്യനാണ്. നമ്മുടെ ആത്മാവു നിത്യമാണ്. ദൈവവും നമ്മുടെ ആത്മാവുമായുള്ള ബന്ധവും നിത്യമാണ്.
അതിനാൽ അന്നു ശിക്ഷയുളവാക്കിയ കാര്യം തന്നെയാണ് ഇന്നും ശിക്ഷയുളവാക്കുന്നത്. കുറ്റങ്ങളുടെ ഫലം ഒന്നുതന്നെ. അതെങ്ങനെയാണ് അതിന്റെ അർത്ഥം? ഈശോ, ദൈവത്തിൽ നിന്നു വരുന്ന ജ്ഞാനവുമായി ഇസ്രായേലിന് ഇപ്പോൾ പരിചയമേയില്ല. പ്രകാശത്തിനുവേണ്ടി സാധു മനുഷ്യരോടല്ല, അവിടുത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദൈവത്തോട് വിശ്വസ്തതയും നീതിയും പുലർത്താതെ പ്രകാശം ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നതും ദൈവം ശിക്ഷിക്കുന്നതും. ഞങ്ങൾക്ക് ദൈവകൽപ്പനകൾ പരിചയമില്ലെന്നാണോ? കുട്ടി, നീ എന്താണ് പറയുന്നത്? 613 പ്രമാണങ്ങൾ. പ്രമാണങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം വാക്കുകൾ മാത്രം. അവ നമ്മൾ പാലിക്കുന്നില്ല. ഇതാണ് അടയാളം. ഓരോ മനുഷ്യനും ഓരോ ഘട്ടത്തിലും ദൈവഹിതം അറിയാൻ അവിടുത്തോട് അന്വേഷിക്കണം. ദൈവകോപം തന്റെ മേൽ വരാതിരിക്കുന്നതിന് ആ ഹിതത്തോട് യോജി. കുട്ടി പരിപൂർണനാണ്. ഏറ്റവും കൗശലപൂർവ്വം ചോദിച്ച ചോദ്യത്തിനു പോലും അവൻ അസ്വസ്ഥനാകാതെ മറുപടി പറഞ്ഞു. നമുക്കവനെ അകത്തെ സിനഗോഗിലേക്ക് കൊണ്ടുപോകാം. അവിടെ വച്ച് അവന്റെ മുടി മുറിച്ചു നീളം കുറച്ചു. മുടിച്ചുരുൾ ജോസഫ് ഭദ്രമായി സൂക്ഷിക്കുന്നു. നീളമുള്ള ഒരു ബെൽറ്റ് അരയിൽ പലപ്രാവശ്യം ചുറ്റിക്കെട്ടി ഉറപ്പിക്കുന്നു. ഏതാനും തൊങ്ങലുകൾ നെറ്റിയിലും കൈയിലും പുറംകുപ്പായത്തിലും കെട്ടി ഉറപ്പിക്കുന്നു. അനന്തരം സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. ജോസഫ് ദീർഘമായ ഒരു പ്രാർത്ഥന ചൊല്ലി എല്ലാ അനുഗ്രഹങ്ങളും പുത്രന്റെ മേൽ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ഒരാടിനെ ബലിയർപ്പിച്ച ശേഷം തിരിച്ചു ബന്ധുക്കളോട് ചേരുന്നു. വർഷങ്ങൾ കാണാതിരുന്ന മട്ടിൽ മേരി പുത്രനെ നോക്കുന്നു. വസ്ത്രങ്ങളും മുടിയുമെല്ലാം ഇപ്പോൾ ഒരു പുരുഷന്റേതു തന്നെ. അവൾ അവനെ തലോടുന്നു. അവരെല്ലാവരും പുറത്തേക്കിറങ്ങുന്നു.